ഇന്നത്തെ ചിങ്ങമാസ പുലരിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു യുഗപ്പിറവിയുടെ ദിനം കൂടിയാണെന്ന്. 1200-ാം നൂറ്റാണ്ട്. ശ്രീനി ടൗൺ ന്യൂസിലേക്ക് സ്വാഗതം. IMAയുടെ ദേശീയ പ്രക്ഷോഭത്തിൽ വടകര MP ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ ശ്രദ്ധേയം. ബംഗാളിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച IMA നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ധർണയിൽ വടകര MP ഷാഫി പറമ്പിലിന്റെ ഇടപെടൽ ശ്രദ്ധേയമായി. അവകാശ സംരക്ഷണത്തിന് എല്ലാവിധ സഹായങ്ങളും നേടിത്തരാൻ ശ്രമിക്കുമെന്ന് MP ഡോക്ടർമാർക്ക് ഉറപ്പു നൽകി. ഒരു ദിവസം 2 ദിവസം ചർച്ച ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ഇതന്നെ സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സാർ വർക്ക് ചെയ്യുക? നമുക്ക് പറ്റുന്നല്ലോ. ഞാൻ പേടിച്ചിരുന്നത് ഒരു പാമ്പിനെ ഒരു നായിനെയാണ്. ഒരു മനുഷ്യൻ കാണുമ്പോൾ ഇപ്പൊ മനുഷ്യന്മാരാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് നായിനെയാണ് ധൈര്യം, മനുഷ്യനാണ് ധൈര്യം. എങ്ങനെ നമ്മളൊരു വാർഡിൽ പോയി ഒരു ഫോൺ എടുക്കണം, എമർജൻസി എന്ന് വെച്ചാൽ സിസ്റ്റർമാർക്ക് ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ പറ്റില്ല, അവർ കേസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അവർ ജസ്റ്റ് ഫോൺ ചെയ്യും. അപ്പൊ നമ്മൾ ഈ നമ്മളെ ഹോസ്പിറ്റൽ ക്യാമ്പിലാണ് ഇത് നടക്കുന്നത്, മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് ഇത് നടക്കുന്നത്. കുട്ടികൾ എന്തായാലും എന്ത് ഇതാണ് ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയി അവരെ കൊണ്ട് എടുപ്പിക്കുന്നത്. ചില്ലറ സ്റ്റൈപ്പുണ്ടോ സാർ ചെയ്യും? എങ്ങനെയാണ് ആണുങ്ങളെ വിശ്വസിച്ച് നമ്മളൊക്കെ ഡ്യൂട്ടി വർക്ക് ലോഡ് ഓവർലോഡ് ആണ് സാർ. അതും അതെ 36 മണിക്കൂർ, എത്ര മണിക്കൂർ വേറെ ആൾക്കാരില്ല മരണപ്പെടുന്നത്. പോയി സെമിനാറിൽ പോയി റെസ്റ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു ലൈഫ് സേവ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആക്രമിക്കപ്പെട്ട് ബ്രൂട്ടലി മർഡർ ചെയ്യപ്പെടുകയാണ്, റേപ്പ് ചെയ്തിട്ട്. അപ്പൊ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യും സർ? ഇത്രയും കഷ്ടപ്പെട്ട് MBBS പഠിച്ച് MD പഠിച്ചു, എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യും? ജയിലിൽ വരെ ഒരു പണിയെടുപ്പിച്ചാൽ അവർക്ക് ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. ജയിലിൽ ഞാൻ ഇന്നലെ കണ്ണൂർ ജയിലിൽ ഡ്യൂട്ടി ആയിരുന്നു, ഞാൻ പോയിരുന്നു. അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട് പണി എടുത്തതിന്. നമ്മളെ ഹൗസ് സർജൻസ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, 60ഓളം ഹൗസ് സർജൻസ്. 10 പൈസ അവർക്ക് കൊടുക്കുന്നില്ല, ഒരു സ്റ്റൈപ്പണ്ടും കൊടുക്കുന്നില്ല. പിള്ളേർ സ്വന്തം ചെലവിൽ ഭക്ഷണം കഴിക്കണം, സ്വന്തം ചെലവിൽ താമസപ്പെട്ട 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം. 10 പൈസ സ്റ്റൈപ്പണ്ട് അവർക്ക് കൊടുക്കുന്നില്ല. ജയിൽ പുള്ളികൾക്ക് വരെ സ്റ്റൈപ്പണ്ട് കൊടുക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുമ്പോൾ ഡോക്ടർമാർ എന്തിനാ പിന്നെ ഡോക്ടർമാർ? ചെറിയ നിയമമല്ല. ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരു ആൽക്കഹോളിക്കായ ആൾക്കാർക്ക് പോലും ബോധം വേണം. എന്തെങ്കിലും ചെയ്താൽ ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ള ഇത് വരണമുള്ളൂ. അതിനുള്ള പേരിൽ മാത്രമല്ല ഡ്യൂട്ടി എടുക്കേണ്ട നാട്ടിൽ ഡോക്ടർ മനസ്സിലാക്കാനോ പോലും സാധിക്കാത്ത ഒരു ക്രൂരത അരങ്ങേറിയിരിക്കുകയാണ്. ഞാൻ ആ കുട്ടിയുടെ ഡയറിയുടെ നോട്ടിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യം, അച്ഛൻ പുറത്തു വന്നൊരു കാര്യം വായിക്കാനിടയായി. എത്ര സ്വപ്നങ്ങളും എത്ര ആഗ്രഹങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും ഓരോ പ്രൊഫഷനിലേക്ക് വരുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രൊഫഷനിലേക്ക് വരുന്നത്. എത്ര ത്യാഗം ചെയ്തിട്ടായിരിക്കും ആ മേഖലയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന ഓരോ ഇൻസിഡൻറ്റും അതിൻ്റെ എല്ലാ പരിധിയും കടന്നിട്ട് കൊൽക്കത്തയിൽ ഉണ്ടായത് ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രൂരതയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണം.